ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച ശേഷം ഇതുപോലെ കളയാൻ വച്ചിരിക്കുന്ന ബ്രഷ് കൊണ്ട് നമ്മുടെ ബാത്റൂമൊക്കെ പുതുപുത്തനാക്കാനുള്ള ഒരു കിടിലൻ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കൈകൊണ്ട് ഉരച്ച് കഴുകുകയോ ബ്രഷോ ഒന്നുമില്ലാതെ തന്നെ നമ്മളെ ബാത്റൂം പുത്തനാക്കാനുള്ള നല്ലൊരു 2 ടിപ്സാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു പഴയ ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കളയാൻ വച്ചിരുന്ന ബ്രഷാണ് കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു ചകിരി പോലത്തെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അതിനെ കട്ട് ചെയ്ത് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അതിനെ ഇനി നമുക്ക് ഈ ബ്രഷിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ബാത്റൂമും അതുപോലെ തന്നെ ഇത് ബേസിനൊക്കെ വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇതിനെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ച് ആ 2 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇനി നമുക്ക് ബാത്റൂം തേച്ച് കഴുകേണ്ട ഒരു പൊടിയും കൂടി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു സബീനയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സബീനയിൽ നിന്ന് കുറച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പാത്രം കഴുകാൻ മാത്രമല്ല കേട്ടോ, ബാത്റൂമൊക്കെ നല്ലതുപോലെ വെളുക്കാൻ പറ്റിയ നല്ലൊരു പൊടിയാണ് കേട്ടോ സബീന. അപ്പം ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുമ്പോൾ നല്ലതുപോലെ വെളുത്ത് പുതുപുത്തനായി കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബാത്റൂമിൽ ഇതുപോലത്തെ ടൈൽസിൽ നമുക്ക് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ അഴുക്ക് പിടിച്ച് കിടക്കുന്നതാണ് കേട്ടോ തറ. അപ്പോൾ അവിടേക്ക് ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് തൂറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആ പൊടിയൊന്ന് നമ്മൾ തൂറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രഷ് കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകാം കേട്ടോ. നല്ലതുപോലെ വെളുക്കും. നമുക്ക് കൈ കൊണ്ട് തേച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇതുപോലെ ഒന്ന് നമുക്ക് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ നല്ലൊരു ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പോൾ ബാത്റൂമൊക്കെ കഴുകാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴുകും. മിക്കവാറും എല്ലാവർക്കും ബാത്റൂമൊക്കെ കഴുകിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ടൈൽസൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എത്ര അഴുക്കുണ്ടെങ്കിലും അത് നല്ലതുപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. നമുക്ക് കയ്യോ ഒന്നും തൊടാതെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് വെള്ളം വീഴ്ത്തി ഒന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരു അഴുക്ക് പോലുമില്ല, എല്ലാം നല്ലതുപോലെ വെളുത്ത് ഇത് പുതുപുത്തനായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ബാത്റൂമിനകത്തിരിക്കുന്ന ആ ഒരു ഇത് ബേസണിലും അതിലൊക്കെ ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. അതുമാത്രമല്ല ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ചെവിരിലൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുത്ത് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബേസണ് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴുകുന്നത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ അഴുക്ക് കാണാറുള്ളൂ. അപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കൈ കൊണ്ടൊന്നും തൊടാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ലതുപോലെ ബേസൺ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബേസണൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയ ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കണ്ടോ, കൈ തൊടാതെ തന്നെ വളരെ വൃത്തിയോടെ നല്ല ഭംഗിക്ക് അത് വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ഇതിൻ്റെയൊക്കെ ചെവിര് ഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റാറുണ്ട്. ആ സോപ്പൊക്കെ തെറിച്ച് നല്ലതുപോലെ അഴുക്ക് പറ്റാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തേച്ച് കൈകൊണ്ട് തേച്ച് ഇത് ബുദ്ധിമുട്ടാതെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബാത്റൂമൊക്കെ ക്ലീനാക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലത്തെയൊക്കെ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബാത്റൂമൊക്കെ നല്ലതുപോലെ പുതുപുത്തനാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ.
അപ്പോൾ ഇന്നത്തെ അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ? അത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള ടിപ്സാണ്. കഞ്ഞിവെള്ളം കൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ പാത്രങ്ങൾ വെളുപ്പിക്കാനും അതുമാത്രമല്ല മുഖകാന്തിക്കും അതുപോലെ തന്നെ തലമുടി വളരാനൊക്കെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ കോട്ടൺ തുണികളൊക്കെ മുക്കി വടി പോലെ ആക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ അതിലൊരു സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള ടിപ്സ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു കോട്ടൺ സാരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനെ സാരി ഞാൻ ഒന്ന് സർപ്പിൽ വെച്ച് ഒന്ന് നനച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നനച്ചെടുത്ത ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. അടുത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഒരു ബക്കറ്റിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബക്കറ്റിലേക്ക് ആക്കിയ ശേഷം ഈ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കംഫർട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംഫർട്ട് ചേർക്കുമ്പോൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു സ്മെല്ലും അതിൽ നമുക്ക് തുണിയിൽ ആവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത ശേഷം നമ്മൾ തുണി നനച്ച് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പല രീതിയിലും നമ്മൾ തുണികളിൽ പശ മുക്കാറുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ട് ഇതുപോലെ ഒന്ന് പശ മുക്കി ഉണക്കിയ ശേഷം ഇതുപോലെ നമ്മൾ തേച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കോട്ടൺ തുണിയൊക്കെ നല്ല വടി പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ഇതാണ് കേട്ടോ കഞ്ഞിവെള്ളം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ.